ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനി അമേരിക്കയിൽ. വൈറ്റ് ഹൌസിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിനുശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. പ്രധാനമന്ത്രിയുടെ കൂടെ ദേശീയ സുരക്ഷാ സംഘവുമുണ്ട്. ഗസ വിഷയവും ചർച്ചയാകും. ഖത്തറിന് പിന്തുണയറിയിച്ച നിരവധി ലോകരാഷ്ട്ര നേതാക്കൾ ദോഹയിലെത്തി. ഇസ്രായേൽ ഉപസ്ഥാനപതിയെ വിളിച്ചുവരുത്തി UAE പ്രതിഷേധമറിയിച്ചു. ദുബൈയിൽ നിന്ന് MC നാസർ, ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസറിലേക്കാണ് ആദ്യം. നാസർ, ഇപ്പോൾ മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഖത്തർ പ്രധാനമന്ത്രി എപ്പോഴാണ് അമേരിക്കയിൽ എത്തിയത്? ഇനിയിപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപുമായി സംസാരിക്കുമെന്ന് കരുതാമോ? അവിടുത്തെ വളരെ തിരക്കിട്ട കൂടിയാലോചനകളും ചർച്ചകളുമാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് കേന്ദ്രമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് വൈകിട്ടോടുകൂടി അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഖത്തർ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ കടന്നു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖത്തറിന് നേരെ നടന്ന, ഖത്തറിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഇസ്രായേലിന്റെ ആക്രമണവും അതിൽ അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്ന വളരെ നിസ്സംഗമായിട്ടുള്ളൊരു നിലപാടും, ഇതിലുള്ള കടുത്ത പ്രതിഷേധം ഖത്തർ തങ്ങളുടെ സൗഹൃദ രാജ്യം എന്ന നിലയ്ക്ക് അമേരിക്കയെ നേരിട്ട് തന്നെ അറിയിക്കുന്നു എന്നതാണ് ഈ സന്ദർശനത്തിന്റെയും കൂടിക്കാഴ്ചയുടെയും പ്രാധാന്യം. അതോടൊപ്പം തന്നെ അമേരിക്ക ഉറപ്പ് നൽകിയിരുന്ന സുരക്ഷാ ഉടമ്പടികൾ ഇവിടെ നഗ്നമായി തന്നെ ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യവും അതിലുള്ള തങ്ങളുടെ ഉത്കണ്ഠയും ആശങ്കയും ഖത്തർ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇനി അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഈ സുരക്ഷാ നടപടികൾ സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്ത് ഉറപ്പായിരിക്കും ഖത്തർ ആവശ്യപ്പെടുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ചർച്ചകൾ വളരെ ഗൗരവപൂർണമായി തന്നെയാണ് ഖത്തർ അവിടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭാവി ഈ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഈ സുരക്ഷാ ഉടമ്പടി സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ അമേരിക്ക നൽകണമെന്ന ഒരു നിർബന്ധം കൂടി ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കടന്നു വരുന്നുണ്ട്. പ്രധാനമായിട്ടും അമേരിക്കയുടെ പോലും സൈനിക താവളമുള്ള ഒരു സ്ഥലത്ത് പോലും ഈ അർത്ഥത്തിൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റം വരുമ്പോൾ അതൊരു സ്റ്റേറ്റ് ഭീകരത മാത്രമാണ്. ആ ഭീകരതയെ എന്തുകൊണ്ട് അമേരിക്ക ശക്തമായിട്ട് എതിർക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും വളരെ ശക്തമായി തന്നെ ഖത്തർ ഉന്നയിക്കുന്നുണ്ട്. കാരണം നേരത്തെ പോലും അമേരിക്കയെ നടത്തിയിരിക്കുന്ന ആ വിശദീകരണം പോലും ശരിയല്ല. കാരണം കൃത്യമായിട്ട് തങ്ങളെ വിവരം അറിയിക്കാൻ പോലും അമേരിക്ക മടിച്ചു. ഇതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അത്രയും വലിയൊരു പാതകമാണ് ഒരു ഖത്തർ എന്ന രാജ്യത്തിന് നേരെ സംഭവിച്ചതെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ആ പരാതി തന്നെ ഖത്തർ ബോധിപ്പിക്കുന്നുണ്ട്. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മധ്യസ്ഥ ചർച്ചകൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് അമേരിക്കയിൽ നിന്ന് ലഭ്യമാകുന്നില്ല എങ്കിൽ അത്തരം മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഒരുപക്ഷെ ഖത്തർ പിന്തിരിഞ്ഞേക്കാം. പക്ഷേ ഔദ്യോഗികമായിട്ട് ഖത്തർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത്തരം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഈ സമാധാന നീക്കങ്ങളിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കുക ഇല്ല എന്നതാണ്. പക്ഷേ ഖത്തറിന് കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടതുണ്ട്. കാരണം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച ആ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം നടന്നത്. ഇതിൽ അമേരിക്ക കൃത്യമായി തന്നെ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത്തരം ചർച്ചകളോടുള്ള ഒരു സമീപനം എന്ത് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഖത്തർ നേതൃത്വം, ഖത്തർ പ്രധാനമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അതിലുള്ള അമേരിക്കയുടെ പ്രതികരണവും അതിനെ കൂടി ആശ്രയിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ. കാരണം ഹമാസിന്റെ കേന്ദ്രം അവിടെ, ഓഫീസ് അവിടെ ഉണ്ട് എന്നതും ഹമാസിന്റെ നേതാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നതും അമേരിക്ക അംഗീകരിച്ച കാര്യമാണ്. അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള അറിവോടുകൂടിയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ താലിബാന്റെ ഓഫീസ് തുറക്കുന്നത് മുതൽ ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും അമേരിക്ക നിർദ്ദേശിച്ചത് പ്രകാരമാണ് തങ്ങൾ ഒരു സമാധാന ദൗത്യം ഏറ്റെടുത്തത്. ആ ദൗത്യത്തോടുള്ള വളരെ നിന്ദാപരമായിട്ടുള്ള, വളരെ മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു സമീപനമാണ് അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഖത്തർ തേടുന്നത്. അതിനോടുള്ള അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് ശേഷം ഖത്തർ പ്രധാനമന്ത്രി നടത്തുന്ന പ്രതികരണത്തിലൂടെയായിരിക്കും അക്കാര്യം വ്യക്തമാവുക. അമൃത.